ഈ കോർപ്പറേഷൻ്റെ ഈ പുതിയ ഭരണസമിതി ചുമതലയേറ്റത് 2025 ഡിസംബർ 26 നിങ്ങളുടെയൊക്കെ മുൻപിൽ ഞങ്ങൾ വോട്ട് തേടി വന്നപ്പോൾ ഞങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ജനങ്ങളോട് പറഞ്ഞിരുന്നു. പല മുദ്രാവാക്യങ്ങളും ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ ഞാൻ എല്ലാത്തിനെയും കടക്കുന്നില്ല. ഈ പരിപാടിയിൽ പ്രസക്തമായ ഒരൊറ്റ കാര്യം മാത്രം പറയാം. ഞങ്ങൾ പറഞ്ഞിരുന്നത് 5 വർഷം കഴിഞ്ഞ് ഈ ഭരണസമിതി ഭരണം പൂർത്തിയാക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീടും വസ്തുവുമില്ലാത്ത ഒരാളും ഉണ്ടാവുകയില്ല. എല്ലാ പേർക്കും വീട് കൊടുക്കാനുള്ള നടപടികളുമായി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, പലരും ഞങ്ങളോട് ചോദിച്ചു, ഇത് ഒരു തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിക്കുന്ന വോട്ട് കിട്ടാൻ പ്രഖ്യാപിക്കുന്ന ഒരു മുദ്രാവാക്യമാണോ? എങ്ങനെയാണ് ഈ കോർപ്പറേഷനിലെ വീടില്ലാത്ത എല്ലാവർക്കും വീട് കൊടുക്കാൻ ഒരു കോർപ്പറേഷൻ ഭരണസമിതി വിചാരിച്ചാൽ സാധിക്കുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളൊരു ഏകദേശ കണക്കെടുത്തിട്ടുണ്ട്. അതായത് ഒരു വാർഡിൽ വീടില്ലാത്തവരുടെ എണ്ണം, വീടും വസ്തുവില്ലാത്തവരുടെ എണ്ണം ശരാശരി 200 ഉണ്ടാവും. അത് ഏറെയും കുറഞ്ഞും ഉണ്ടാവും. ചില വാർഡുകൾ കുറച്ച് കൂടുതലായിരിക്കും, ചില വാർഡുകൾ അത്ര ഉണ്ടാവുകയില്ല. അങ്ങനെ വന്നാൽ 100 വാർഡുകളിലും കൂടി 20,000 പേരാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. കണക്കിൽ ചെറിയ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവാം. ഈ 20,000 പേർക്കും 5 വർഷം കൊണ്ട് വീട് കൊടുക്കുക. അതിനർത്ഥം ഒരു വർഷം 4,000 പേർക്ക് വീട് കൊടുത്താൽ ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും ഈ കോർപ്പറേഷനിലെ 20,000 പേർക്കും വീട് കൊടുക്കാൻ സാധിക്കും. ഇതായിരുന്നു ഞങ്ങളുടെ മനസ്സിലുള്ള സ്വപ്നം.